എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ 24-ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 7 വിക്കറ്റിന് തകർത്തെറിഞ്ഞ് പഞ്ചാബ് കിങ്സ് പോയിന്റ് പട്ടികയിൽ രാജാക്കന്മാരെ പോലെ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഈ അവിശ്വസനീയ വിജയത്തിന്റെ യഥാർത്ഥ നായകൻ മറ്റാരുമല്ല, മൈതാനത്ത് ഒരു മാന്ത്രികനെ പോലെ പറന്നു നടന്ന് അസാധ്യമായ ഒരു ക്യാച്ചെടുത്തും കൊടുങ്കാറ്റ് പോലെ ബാറ്റ് വീശിയും മുംബൈ ബൌളർമാരുടെ നടുവൊടിച്ച സാക്ഷാൽ ശ്രേയസ് അയ്യർ തന്നെയാണ്. മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള ഈ തീപാറും പോരാട്ടത്തിൽ ടോസ് നേടിയ പഞ്ചാബ് ആദ്യം ബൌൾ ചെയ്യാനാണ് തീരുമാനിച്ചത്. എന്നാൽ ആ തീരുമാനം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു മുംബൈ ബാറ്റർമാരുടെ തുടക്കം. 20 ഓവറിൽ 195 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് അവർ പടുത്തുയർത്തിയത്. മുംബൈയുടെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല എന്നത് സത്യമാണ്. ഓപ്പണർ റയൻ റിക്കൽട്ടൺ വെറും 2 റൺസ് എടുത്ത് പുറത്തായത് ടീമിനെ അല്പമൊന്ന് സമ്മർദ്ദത്തിലാക്കി. പക്ഷേ പിന്നീട് ക്രീസിലെത്തിയ ക്വിന്റൺ ഡീകോക്ക് പഞ്ചാബ് ബൌളർമാരെ നിർദ്ദയം പ്രഹരിക്കുന്നതാണ് സ്റ്റേഡിയം കണ്ടത്. മൈതാനത്തിന്റെ 4 ഭാഗവും അതിർത്തി വരമ്പുകൾ ഭേദിച്ച് പാഞ്ഞ ഡീകോക്ക് വെറും 60 പന്തുകളിൽ നിന്ന് 112 റൺസ് അടിച്ചുകൂട്ടി. 8 തകർപ്പൻ ഫോറുകളും 7 കൂറ്റൻ സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ആ വിസ്മയ ഇന്നിംഗ്സ്. എന്നാൽ സുഹൃത്തുക്കളെ, ഈ ഇന്നിംഗ്സിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന നിമിഷം പിറന്നത് 18-ാം ഓവറിലായിരുന്നു. മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു മാന്ത്രിക നിമിഷം. മാർക്കോ യാൻസൻ എറിഞ്ഞ 18-ാം ഓവറിലെ 3-ാമത്തെ പന്ത് നേരിട്ട് സാക്ഷാൽ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിൽ നിന്നും കുതിച്ചുയർന്ന പന്ത് ആകാശത്തെ തൊടുമെന്ന് തോന്നിപ്പിച്ചു. ഒറ്റ നോട്ടത്തിൽ അതൊരു സാധാരണ ക്യാച്ച് ആകുമെന്ന് എല്ലാവരും കരുതി. ഡീറ്റിൽ നിന്നിരുന്ന സീവിയർ ബാറ്റ്ലെറ്റ് പന്തിന് താഴെയെത്തിയെങ്കിലും പന്ത് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും അല്പം അകലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് മിന്നൽ പിണർ പോലെ ശ്രേയസ് അയ്യർ അവിടേക്ക് കുതിച്ചെത്തിയത്. തന്റെ സർവ്വശക്തിയും എടുത്ത് ബൗണ്ടറി ലൈനിന് തൊട്ടരികിൽ വെച്ച് അദ്ദേഹം വായുവിലേക്ക് എടുത്തുചാടി. സ്റ്റേഡിയം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച ആ നിമിഷം ഒരു സ്ലോ മോഷൻ ദൃശ്യം പോലെ തോന്നിപ്പിച്ചു. വായുവിലായിരിക്കുമ്പോഴും അയ്യരുടെ കണ്ണുകൾ പന്തിൽ മാത്രമായിരുന്നു. പന്ത് കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിലും ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ട് അദ്ദേഹം ബൗണ്ടറി ലൈനിന് പുറത്തേക്ക് വീഴാൻ തുടങ്ങി. ഏത് കളിക്കാരനും പരാജയം സമ്മതിക്കുന്ന ആ നിമിഷത്തിൽ താഴെ വീഴുന്നതിന് തൊട്ടുമുൻപേ അയ്യർ ആ പന്ത് മൈതാനത്തിന് ഉള്ളിലേക്ക് തന്നെ വായുവിൽ ഉയർത്തിയിട്ടു. കൃത്യസമയത്ത് ഉള്ളിൽ നിന്നിരുന്ന ബാറ്റ്ലെറ്റ് ആ ക്യാച്ച് പൂർത്തിയാക്കി. സ്കോർ ബോർഡിൽ ഈ ക്യാച്ച് ബാറ്റ്ലെറ്റിന്റെ പേരിലാകാം, എന്നാൽ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ശ്രേയസ് അയ്യരുടെ അത്ലറ്റിക് മികവിനും ബുദ്ധിസാമർത്ഥ്യത്തിനും സമർപ്പണത്തിനും ഉള്ളതാണ്. ഗാലറിയിലുണ്ടായിരുന്ന കാണികൾ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഈ ക്യാച്ച് കണ്ട VIP സ്റ്റാൻഡിലിരുന്ന നിത അംബാനി പോലും സ്തബ്ധയായിപ്പോയി. മറുഭാഗത്ത് പഞ്ചാബ് ഉടമ പ്രീതി സിന്ധ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം മുംബൈയുടെ ഡഗൌട്ടിലിരുന്ന രോഹിത് ശർമ്മയുടേതായിരുന്നു. അതിശയവും ബഹുമാനവും അവിശ്വസനീയതയും കലർന്ന ഒരു ഭാവമായിരുന്നു രോഹിത്തിന്റെ മുഖത്ത്. അതൊരു വെറും വിക്കറ്റായിരുന്നില്ല, പാണ്ഡ്യയുടെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചതിനോടൊപ്പം മുംബൈയുടെ റണ്ണൊഴുക്കിന് തടയിട്ട് ടേണിംഗ് പോയിന്റ് കൂടിയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് കിങ്സിന് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും മത്സരം അപ്പോഴും സന്തുലിതമായിരുന്നു. അപ്പോഴാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ക്രീസിലെത്തിയത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശിയ അദ്ദേഹം മുംബൈയുടെ ബൌളിംഗ് തന്ത്രങ്ങളെ ഒന്നൊന്നായി തച്ചുടച്ചു. ക്ലാസും കൺട്രോളും നിറഞ്ഞ ഷോട്ടുകളോടെ വെറും 35 പന്തിൽ നിന്ന് 66 റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം പഞ്ചാബിനെ വിജയതീരെ തടിപ്പിച്ചു. മത്സരം ശേഷം മുംബൈയെ കൂറ്റൻ സ്കോർ നേടുന്നതിൽ നിന്നും വിലക്കിയ അർഷ്ദീപ് സിംഗിനെയാണ് മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുത്തത്. എന്നാൽ പുരസ്കാരം ഏറ്റെടുത്ത ഉടനെ തന്നെ തികഞ്ഞ വിനയത്തോടെ അർഷ്ദീപ് അവാർഡ് ശ്രേയസ് അയ്യർക്ക് കൈമാറി. ഈ അപ്രതീക്ഷിത സ്നേഹപ്രകടനം കണ്ട് സ്റ്റേഡിയം ഒന്നാകെ കൈയടിച്ചു. അർഷ്ദീപിൽ നിന്നും പുരസ്കാരം ഏറ്റെടുത്ത ശ്രേയസ് അയ്യർക്ക് തന്റെ വികാരങ്ങൾ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ടീം സ്പിരിറ്റിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു ആ നിമിഷം. തുടർന്ന് നേരെ രോഹിത് ശർമ്മയുടെ അടുത്തേക്ക് നടന്ന അയ്യർ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ചു. ഒരു യുവനായകന്റെ വിനയവും സീനിയർ താരത്തോടുള്ള ആദരവും വെളിവാക്കിയ ആ നിമിഷത്തിൽ രോഹിത് ശർമ്മ അയ്യരെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. ക്രിക്കറ്റ് വെറുമൊരു കളി മാത്രമല്ല, വികാരങ്ങളുടെയും ബന്ധങ്ങളുടെയും കൂടി വേദിയാണെന്ന് ഇത് തെളിയിച്ചു. സമ്മാനദാന ചടങ്ങിൽ സംസാരിച്ചവേ ശ്രേയസ് അയ്യർ പറഞ്ഞ വാക്കുകൾ ഏവരെയും ഹൃദയം തൊട്ടു. അതിങ്ങനെയായിരുന്നു: പ്രീതി മാം എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഫലമാണ് ഈ പ്രകടനം. അദ്ദേഹം പറഞ്ഞു, ഒരു കളിക്കാരന് സ്വതന്ത്രമായി കളിക്കാൻ അവസരം ലഭിക്കുകയും അവനിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറപ്പെടുക്കും. പ്രീതി മാം വെറുമൊരു ടീം ഓണറല്ല, അവർ ഈ ടീമിന്റെ ഏറ്റവും വലിയ കരുത്താണ്. അവർ ബ്യൂട്ടി വിത്ത് ബ്രെയിൻ ആണ്. ഞാൻ അവരെ ഒരുപാട് ബഹുമാനിക്കുന്നു. ഈ ട്രോഫി അവർക്കായി നേടണമെന്നാണ് എന്റെ ആഗ്രഹം. തന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ടീമിനും സപ്പോർട്ട് സ്റ്റാഫിനും നൽകിയ അയ്യർ ഒരു യഥാർത്ഥ നായകൻ എന്താണെന്ന് കാണിച്ചു തന്നു. ഇത്തവണ IPL കിരീടം പഞ്ചാബ് സ്വന്തമാക്കുന്നതിനേക്കാൾ പഞ്ചാബ് ആരാധകരുടെ ഹൃദയമാണ് കീഴടക്കുന്നത്. ശ്രേയസ് അയ്യരെയും അർഷ്ദീപ് സിംഗിനെയും പോലെയുള്ള താരങ്ങളുടെ ഈ ഒത്തൊരുമയും ആത്മാർത്ഥതയും തുടർന്നാൽ ഇത്തവണ IPL കിരീടം പഞ്ചാബ് സ്വന്തമാക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.